ഞാൻ ഓരോരുത്തരിലേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ത്രൂ ചെയ്യാം. റാപ്പിഡ് ഫയർ ആയിട്ടൊന്നും കൂട്ടണ്ട, ജസ്റ്റ് അതിൻ്റെ ഒരു ആൻസേഴ്സ് ആയിട്ട് പറഞ്ഞാൽ. ഐ സ്റ്റാർട്ട് വിത്ത് നീരജ്. ഫേവറേറ്റ് ഓഫ് ദ ഫിലിംസ് ദാറ്റ് യു ആക്ടഡ്, അതിപ്പം സീരീസ് ആവാം, നമുക്ക് മനസ്സിലിപ്പോഴും ഓക്കെ ഇതെൻ്റെ ഒരു ബ്രേക്ക് ത്രൂ ആയി അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നിയൊരു പടം സ്റ്റിൽ യു ചെറിഷ്. RDX ലാസ്റ്റ് മിനിറ്റ് കോൾ ആയിരുന്നു അല്ലേ? അല്ലല്ല, നേരത്തെ പ്ലാൻ അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ആണ് എന്റെ അറിവിലല്ല. കാരണം നമ്മളിത് ആദ്യം തുടങ്ങായിരുന്ന സെപ്റ്റംബറിലായിരുന്നല്ലോ ഓണത്തിന്. അതിനുശേഷം പിന്നീട് പെപ്പയ്ക്ക് ഒരു ഇഞ്ചുറി പറ്റിയത് ഡിസംബറിലോട്ടൊക്കെ ആയി. അപ്പൊ അതിനൊക്കെ മുന്നേ തന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. RDX എന്ന് പറഞ്ഞുകൊണ്ട് അത് കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കാം. ഇപ്പോഴും നീരജിന്റെ ഇൻസ്റ്റയിൽ പിൻ ചെയ്തേക്കുന്ന ഒരു പോസ്റ്ററിൽ ഒരു ആക്ഷൻ രംഗങ്ങൾ ഉണ്ട്. അതിലെ ക്യാപ്ഷൻ താങ്ക്സ് ടു ദ വെരി ഫ്യൂ ഹു ബിലീവ്ഡ് ആൻഡ് ഹോൾ ലോട്ട് ഹു ലാഫ്ഡ് എന്നുള്ളതാണ്. ഹു ലാഫ്ഡ്? അങ്ങനെയല്ല, നമ്മള് പൊതുവിൽ ഈ മുൻവിധി എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പം ആളുകളെ അവര് ചെയ്തു വെച്ചതിൽ നിന്ന് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഭയങ്കരമായ ഒരു മുൻവിധി ഉണ്ടായി, ഇവനെ കൊണ്ടൊക്കെ ഇത് പറ്റുമെന്നുള്ളത്. അപ്പം അത് ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് ആ പടത്തിലെ ഒരു ചലഞ്ചും അതായിരുന്നു. നമ്മളതിന് മുന്നേ ഒരു പക്ഷെ കൂടുതൽ ലൈറ്റ് ഹാർട്ടഡ് റോളുകളിൽ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഇവനെ കൊണ്ടൊക്കെ ഇടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റി എന്നുള്ളത് ആ പടത്തിലൂടെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടി. അപ്പൊ അത് ചെയ്തെടുക്കാനുള്ള ഒരു ത്വര ഉണ്ടായിരുന്നു ആ പടം തുടങ്ങുമ്പോൾ. ബിക്കോസ് ഏറ്റവും എക്സ്പെക്ടേഷൻ കുറവ് എനിക്കായിരുന്നു അതിനകത്ത്. പക്ഷെ അത് റിലീസ് ചെയ്യുമ്പോൾ നേരെ തിരിച്ചു പ്രോബബ്ലി. സോ അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഞാൻ ആ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തു. ആ എടുത്തതിന് ഉള്ള ഒരു റിസൾട്ട് ഉണ്ടായി. അപ്പൊ ആ രീതിയിൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, നമുക്കൊരു ഇമേജ് റീബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിട്ട് ഞാൻ അതിനെ കാണുന്നു. സ്വന്തം സിനിമയിൽ തന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ ക്രിഞ്ച് അടിക്കുന്ന ഒരു രംഗമുണ്ട്? അത് ഉറപ്പായിട്ടുണ്ട്. ഞാൻ എന്റെ സിനിമകൾ അധികം കാണാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴും ഞാൻ ഇറങ്ങിയ പടങ്ങള് ആരെങ്കിലും ടിവിയിൽ വെച്ചാലൊക്കെ അന്നേരം കാണുന്നല്ലാതെ ഞാനായിട്ട് ഒരു പടവും കാണാറില്ല. ഞാൻ എന്റെ ഇതുവരെ കാണാത്ത പടങ്ങളൊക്കെ ശരിക്കും അങ്ങനെയല്ല. നമ്മള് പ്രിവ്യൂനോ അല്ലെങ്കിൽ FDFS-നൊക്കെ പോകുമ്പോ കാണും. അതല്ലാതെ ഇല്ല. പേടിയാണത്? അല്ല, എനിക്ക് കാണുമ്പോ ഇതെന്താ ഇതിനേക്കാൾ നന്നാക്കാമായിരുന്നല്ലോ എന്ന് നമുക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് പഴയ പടങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ അരോചകമായിട്ടൊക്കെ ഞാൻ ഭയങ്കര ഭയങ്കര എന്റെ ഏറ്റവും വലിയ സെൽഫ് ക്രിട്ടിക് ഞാനാണ്. അപ്പൊ അതുകൊണ്ട് അധികം നോക്കാത്തതാണ് നല്ലതെന്ന് തോന്നാറുണ്ട്. ഹിന്ദി പ്രൗഡ് ആയിട്ടുള്ള പരിപാടികളും ഉണ്ട് കേട്ടോ. ഹിന്ദി വെബ് സീരീസ് ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് കേഴ്സ് ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട് ഓൾവേസ് എ ബ്ലെസ്സിംഗ് ഓൺലി. പക്ഷെ അത് ഹെഡ് ഓഫ് ദ ടൈം ആയിരുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നേരത്തെ എക്സ്പോഷർ കിട്ടിയത്. അതെ, അത് ഒരു പക്ഷേ അത് എനിക്ക് കൃത്യമായി കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം OTT ഇവിടെ നമ്മുടെ ഓഡിയൻസ് ആക്റ്റീവ് ആവുന്നത് 2020 ശേഷം, കോവിഡിന് ശേഷമാണ്. അതിന് മുന്നേ ഇത് സംഭവിച്ചു. അപ്പൊ നമ്മള് ഈ പറയുന്ന നേരത്തെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഇതിനകത്ത് ഇപ്പൊ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം വഴിവെട്ടിയവന് കല്ലും മുള്ളുവാണല്ലോ. അതിനുശേഷം അതൊരു മെയിൻ സ്ട്രീം ആകുമ്പോഴാണല്ലോ കയ്യടി കിട്ടുന്നത്. അപ്പൊ ആ നേരത്തെ പോയതിന്റെ ഒരു സാധനം ഒരു പക്ഷെ നമുക്ക് കുറച്ചുകൂടെ എല്ലാവരും അത് കാണാൻ തുടങ്ങിയതിന് ശേഷമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ റെക്കഗ്നീഷൻ, അക്നോളജ്മെന്റും ഉണ്ടായെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ ഓപ്പർച്യൂണിറ്റി ഭയങ്കര, നമുക്ക് നമ്മുടെ ഒരു റേഞ്ച് അല്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനകത്തൊരു കോൺഫിഡൻസ് ഉണ്ടായി. പക്ഷെ അത് മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ not the luckiest in terms of offers coming my way. I had to make my own opportunities most of my career. Yeah, including this movie. Okay. Yeah. ഈ ഫ്രണ്ട് സർക്കിൾ അങ്ങനെ എന്തെങ്കിലും സഹായം? സഹായം വേറെ അർത്ഥത്തിൽ എടുക്കല്ലേ? Just connecting the distance.
ഞാൻ അങ്ങനെ അവസരങ്ങൾ ചോദിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹായം ചോദിച്ചാലാണല്ലോ കിട്ടുള്ളൂ. അങ്ങനെ കണ്ടറിഞ്ഞൊന്നും ആരും ചെയ്യില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സർക്കിളുകളിൽ സ്ഥിരമായിട്ട് പ്രസന്റ് ആകുമ്പം അവരുടെ ചർച്ചയിലും അവരുടെ ഡിസ്കഷൻസിലും വരുമായിരിക്കും. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സർക്കിളുകളിലൊന്നും ഉള്ള ഒരാളല്ല. അപ്പൊ പിന്നെ അങ്ങനെയുള്ള സഹായങ്ങൾ അധികം കിട്ടാറില്ല. അതായിരിക്കും. ആമസോണിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു, നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, പ്രധാനപ്പെട്ട OTT പ്ലാറ്റ്ഫോംസിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പം ഇതിൽ കാണുന്ന പ്രേക്ഷകർക്ക് അറിയാൻ പറ്റുന്ന ഒരു മേജർ ഡിഫറൻസ് ഉണ്ട് ഇൻ പ്രൊഡക്ഷൻ വൈസ്? ഉറപ്പായിട്ടും ഉണ്ട്. കോർപ്പറേറ്റ് ആകുമ്പോഴുള്ള ഒരു അതിന്റെ അപ്രോച്ച് തന്നെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആണ്, കുറെ ലേയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ടൊന്നും അറിയില്ല, ഒരു പ്രോപ്പർ ടേബിൾ റീഡ്, അതേപോലെ ഒരു പ്രോപ്പർ കോൾ ഷീറ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നത് ഹിന്ദിയിലാണ്. ഇവിടെ നമ്മൾ കോൾ ഷീറ്റ് എന്നൊക്കെ പറയാന്നല്ലാണ്ട് അങ്ങനെ ഒരു സാധനമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതേപോലെയുള്ള മാനേജ്മെന്റ് സിസ്റ്റം, ആർട്ടിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏജൻസ്, മിഡിൽമെൻ, അതെല്ലാം അവിടെ വളരെ കൂടുതലാണ്. ഇവിടെ പക്ഷേ കുറേം കൂടെ ഒരു ഓർഗാനിക് സ്വഭാവത്തിലാണ് നമ്മുടെ ഇൻഡസ്ട്രി ഫംഗ്ഷൻ ചെയ്യുന്നത്. ആ ഡിഫറൻസ് വളരെ എവിഡന്റ്. എനി ഫിലിം ദാറ്റ് യു റിഗ്രറ്റ്, പേര് പറയണ്ട, ചെയ്തിട്ട് ഉള്ളതിൽ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്നു? മലയാളത്തിൽ അങ്ങനെ ആക്ച്വലി ഞാൻ അങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉള്ളതും കൂടെ റിഗ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഈ പ്രശ്നം എനിക്കൊരു പടം ചെയ്യണമെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് വേണം. ഞാൻ ഇതിനെ ഒരിക്കലും ഇതുവരെ ഒരു ജോബ് ആയിട്ട് കണ്ടിട്ടില്ല. അതായത് നമ്മുടെ ലൈവ്ലിഹുഡിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഞാൻ ഇന്നേ വരെ ഞാൻ ഈ ജോലി ഇതിനെ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റേ എന്താ പറയാ, എന്തെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സിനിമ ചെയ്യാറില്ല. വീട് വെക്കണമെന്നോ കാറ് മേടിക്കണമെന്നോ ഉള്ള അതിനു വേണ്ടിയിട്ട് സിനിമ ചെയ്യാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു. അപ്പം നമ്മൾ എക്സൈറ്റഡ് ആകുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. നമ്മൾ ലെസ്സർ നമ്പർ ഓഫ് പ്രോജക്ട്സ് ചെയ്യുമ്പോൾ നമ്മുടെ വിസിബിലിറ്റി കുറയുന്നു, നമ്മൾ കൺസിസ്റ്റന്റ് അല്ലാതാവുന്നു. ആൾക്കാരുടെ കാഴ്ചയിൽ നമ്മൾ ഇപ്പൊ സെലക്ട് ചെയ്തിട്ടാണോ നമുക്ക് പടം ഇല്ലാഞ്ഞിട്ടാണോ എന്ന് അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതൊരു ഡിസിഷനാണ് അത്. പക്ഷെ എന്റെ അടുത്ത് പലരും പറയാറുണ്ട്, കുറേ കൂടി ഇത്രയൊന്നും ആലോചിക്കാതെ കുറെ പടങ്ങൾ ചെയ്തുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് റിഗ്രറ്റ് ചെയ്ത, ഞാൻ ആക്ച്വലി 2014 എന്ന് പറയുന്ന ഒരു വർഷമാണ് ഏറ്റവും കൂടുതൽ പടങ്ങൾ എന്റെ കരിയറിൽ ചെയ്തിട്ടുള്ളത്. 8-9 പടങ്ങൾ. അന്ന് നായകനായിട്ടില്ല, പക്ഷെ ഈ പറയുന്ന കുഞ്ഞുരാമായണം മുതൽ അടിയപ്പ്യാരെ വരെയുള്ള എല്ലാ പടങ്ങളും ആ വർഷമാണ്. ആ വർഷം എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ സെറ്റിൽ നിന്ന് സെറ്റിലോട്ട് ഓടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതെനിക്ക് കുറച്ച് ഹെക്റ്റിക് ആവാൻ തുടങ്ങി. ഞാൻ ഈ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നില്ല എന്ന് തോന്നി തുടങ്ങിയ എനിക്ക് തോന്നുന്നു 9 മൂവീസ് അങ്ങാണ്ട് വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു എനിക്ക് അങ്ങനെ ചെയ്യണ്ട, നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രോജക്റ്റിനായിട്ട് കൂടുതൽ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാമെന്ന്. അതിനുശേഷമാണ് മെക്സിക്കൻ ഭാരതം മുതൽ ഊഴം, അങ്ങനെ ഒരു ചേഞ്ച് ഓഫ് ജോണറും കോമഡിയിൽ നിന്ന് നമ്മളൊന്ന് ചുവട് മാറ്റാൻ ഒരു ചുവട് മാറ്റാൻ ശ്രമിക്കുന്നത് നമ്മൾ. അല്ലെങ്കിൽ ഒരൊറ്റ ഒരു ജോണറിൽ സ്റ്റക്ക് ആവുക എന്ന് പറയുന്നൊരു, അത് എന്റെ ഏറ്റവും വലിയ നൈറ്റ് മെയർ ആയിരുന്നു. അപ്പൊ എക്സ്പെരിമെന്റ് ചെയ്യുക, കോൺസ്റ്റന്റ്ലി റീബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു ശ്രമമായിരുന്നു കിട്ടുന്ന അവസരങ്ങൾ വെച്ചിട്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.